ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. വീഡിയോക്ക് കുറച്ച് ലൈക്ക് തരാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാനും വീഡിയോ ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്ത് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വന്നിട്ടുള്ളത് ബ്ലമ്മിൻ്റെ പ്രൈസ് പ്രെഡിക്ഷൻ ആണ്. ഇത് ഞാനല്ല പ്രെഡിക്റ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് തന്നെ ഈ ഒരു വീഡിയോ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. വേരിയസ് മാർക്കറ്റ് ക്യാപ്പിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഒരു പ്രൈസ് പ്രെഡിക്ഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇതിൽ ശരി അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോൻ്റെ താഴെ നിങ്ങൾ അക്യുറേറ്റ് ആയിട്ട് ബ്ലമ്മിൻ്റെ പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്ന പ്രോഫിറ്റിൻ്റെ ഒരു 10% നിങ്ങൾക്ക് തരാം. ഇപ്പോൾ എനിക്കൊരു 1000 രൂപ കിട്ടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ 10% 100 രൂപ നിങ്ങൾക്ക് എന്തായാലും റിവാർഡായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് അവരോട് കമൻറ്റ് ചെയ്യാൻ പറയാം നിങ്ങളുടെ ബ്ലമ്മിൻ്റെ പ്രൈസ് പ്രെഡിക്ഷൻ എത്രയാണ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ എല്ലാ ഒരു ലിസ്റ്റിംഗ് ഇങ്ങനെ ഒരു ടൈം ആകുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോകൾക്കൊക്കെ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം മതി. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ എത്രത്തോളം ടോട്ടൽ സർക്കുലേറ്റിംഗ് സപ്ലൈ ആണ് ഇതിൽ കാണുക, ഇല്ലെങ്കിൽ എത്രത്തോളം സർക്കുലേറ്റിംഗ് സപ്ലൈ ആണ് ഇതിന് ഉണ്ടാവുക, അതേപോലെ തന്നെ ഇതിന് എത്രത്തോളം മാർക്കറ്റ് ക്യാപ്പാണ് കിട്ടുക എന്നുള്ളൊരു പ്രഡിക്ഷൻ ആണ് ചെയ്യുന്നത്. ഞാൻ 10ഓളം മാർക്കറ്റ് ക്യാപ്പ് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം ഏതാണ് നിങ്ങൾക്ക് വരിക എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അവൻ്റെ ടോക്കണോമിക്സ് എടുത്തിട്ടുണ്ട്. എത്രത്തോളം പെർസെൻറ്റേജ് ആണ് നമുക്ക് കമ്മ്യൂണിറ്റിക്ക് കിട്ടുന്നത്. 20% ആണ്, എക്കോസിസ്റ്റം ഗ്രോത്തിന് 20% ആണ്, ട്രഷറിക്ക് 28% ആണ്, അതേപോലെ തന്നെ കോൺട്രിബ്യൂട്ടേഴ്സിന് 16%, സ്ട്രാറ്റജിക് ഇൻവെസ്റ്റേഴ്സിന് 15%. അപ്പോൾ നമ്മുടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ടോട്ടൽ സർക്കുലേറ്റിംഗ് സപ്ലൈ എത്രയാണെന്നാണ്, അല്ലാതെ ടോട്ടൽ സപ്ലൈ എന്നല്ല. ടോട്ടൽ സപ്ലൈ ഇവിടെ 1 ബില്യൺ ടോക്കൺസ് ആണ് അവരെല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ സർക്കുലേറ്റിംഗ് സപ്ലൈ ഈ ഒരു പ്രൊജക്റ്റ് ലിസ്റ്റ് ആവാൻ പോകുമ്പോൾ എത്രത്തോളം സർക്കുലേറ്റിംഗ് സപ്ലൈ ആണെന്ന് മാത്രം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 15%, 19%, 10% മാത്രം കാൽക്കുലേറ്റ് എടുത്താൽ മതി. അതിൽ തന്നെ കുറച്ച് വെസ്റ്റിംഗ് ഒക്കെ പോകുന്നുണ്ട്. പക്ഷേ എന്തായാലും അത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്, നമുക്ക് ഡെയിലി ക്ലെയിം ചെയ്യാനും പറ്റുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ പ്രധാനമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവർ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് അവൻ്റെ ട്രേഡിംഗ് ബോട്ടിലാണ്, ഇല്ലെങ്കിൽ അവൻ്റെ സ്വന്തം പ്ലാറ്റ്ഫോമിലാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വേറൊരു CX പ്ലാറ്റ്ഫോം ഇല്ലെങ്കിൽ വേറൊരു എക്സ്ചേഞ്ചുകളൊക്കെ ഇത് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ അവർക്കൊക്കെ കുറച്ച് ലിക്വിഡിറ്റി കൊടുക്കണം, ഇല്ലെങ്കിൽ അവിടെയൊക്കെ ഒരു കറക്റ്റ് പേഴ്സൻറ്റേജ് ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളൊരു കാര്യമുണ്ട്. അവർക്ക് കുറച്ച് പൈസ കൊടുക്കണം എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിനാരിയോസ് ഒന്നും ഈ ഒരു ബ്ലമ്മിൽ വരുന്നില്ല. ഇവർക്ക് ഓൺ ആയിട്ട് ഏതൊരു രീതിയിലും എത്രത്തോളം വാല്യൂവിൽ വേണമെങ്കിലും ഈ ഒരു ടോക്കൺ ഇറക്കാൻ പറ്റും എന്നുള്ളൊരു ഫ്രീഡം കൂടി ഇവിടെ കിടക്കുന്നുണ്ട്. ഇവർക്ക് വേണമെങ്കിൽ റെക് പുള്ള് ചെയ്യാം, ഇല്ലെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കൊക്കെ തന്നിട്ട് വളരെയധികം വാല്യൂ കുറയ്ക്കാം, കൂട്ടാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ബ്ലമ്മിന് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് അവൻ്റെ ട്രേഡിംഗ് ബോർഡ് ഇല്ലെങ്കിൽ അവൻ്റെ മീംബാഡ് പ്ലാറ്റ്ഫോമിൽ തന്നെ അവർ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കോയിൻ ഇറക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി അവിടെ കിടക്കുന്നുണ്ട്. അതിൽ പ്ലസ് പോയിന്റ്സും ഉണ്ട്, അതേപോലെ തന്നെ അതേ സെയിം ടൈം നെഗറ്റീവും അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ടോട്ടൽ ആയിട്ടുള്ള പേഴ്സൻറ്റേജ് എത്രത്തോളം ടോക്കൺസ് ആണ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. 96 മില്യൺ ടോക്കൺസ് മാത്രമാണ് സർക്കുലേറ്റിംഗ് സപ്ലൈ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ടോക്കൺസ് എന്ന് പറഞ്ഞാൽ 30 മില്യൺ മാത്രമാണ്. എന്താന്ന് പറഞ്ഞാൽ 30% 30 മില്യൺ ടോക്കൺസ് മാത്രമാണ് ഈ മൊത്തമായിട്ടുള്ള ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് എല്ലാവരും ലെവൽ 1 മാത്രമാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. അതിപ്പോൾ 10 ലാക്ക് ബ്ലം പോയിന്റ് ഉള്ള ആളായിക്കോട്ടെ, ഇല്ലെങ്കിൽ 7 ലാക്ക് ബ്ലം പോയിന്റ് ഉള്ള ആളായിക്കോട്ടെ, ഇല്ലെങ്കിൽ 3 ലാക്ക് ബ്ലം പോയിന്റ് ഉള്ള ആളായിക്കോട്ടെ, എല്ലാവർക്കും 35 ടോക്കൺസ് മാത്രമാണ് ബേസിക് ആയിട്ട് കൊടുത്തിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പം ഞാനൊരു കമ്പനി നടത്തുകയെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ എൻ്റെ രീതിയിൽ എൻ്റെ യൂസേഴ്സിനെയൊക്കെ ഞാൻ ഒരിക്കലും ഡിസപ്പോയിൻമെൻറ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഒരു വാല്യൂ കൊടുക്കാം എന്നുള്ളൊരു കാര്യം അല്ലാതെ തന്നെ എല്ലാവരുടെയും സെയിം രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ പ്രോഫിറ്റ് കിട്ടും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ചെറിയൊരു പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയും ഈ ഒരു പ്രൊജക്റ്റിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ 96 മില്യൺ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട് 5 to 100 മില്യൺ വരെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവിടെ മാർക്കറ്റ് ക്യാപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി എടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രൊജക്റ്റ് 5 to 10 മില്യൺ മാർക്കറ്റ് ക്യാപ്പിൽ മാത്രമാണ് വന്നിട്ടുള്ളൂ. അതേപോലെ തന്നെ മുമ്പ് കുറച്ച് പഴയ കാലത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, നമ്മൾ പഴയ കാലത്തിലൊക്കെ ഇങ്ങനെ വർക്കുകയാണെങ്കിൽ നമ്മുടെ ഹാംസ്റ്റർ ആയിക്കോട്ടെ, എക്സംബെയർ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഡോഗ് ആയിക്കോട്ടെ, ഏതൊരു പ്രൊജക്റ്റും നമുക്ക് 100 മില്യൺ മാർക്കറ്റ് ക്യാപ്പൊക്കെയാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ 100 മില്യൺ മാർക്കറ്റ് ക്യാപ്പൊക്കെ കൊണ്ടുവരുമ്പോൾ അത് വളരെ നല്ല പൊട്ടൻഷ്യൽ ഉള്ള പ്രൊജക്റ്റ് ആയിരിക്കണം, ഇല്ലെങ്കിൽ അവർ ഫ്യൂച്ചറിന് ഇതിന് ഒരുപാട് വാല്യൂ കാണും എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് അങ്ങനെയുള്ള മാർക്കറ്റ് ക്യാപ്പൊക്കെ കൊടുക്കുക. അപ്പോൾ ബ്ലമ്മും ഒരു ട്രേഡിംഗ് ബോട്ടാണ്, ഇവർക്ക് ഫ്യൂച്ചറിൽ നിലനിൽക്കണമെങ്കിൽ നല്ലൊരു മാർക്കറ്റ് ക്യാപ്പ് എന്തായാലും കൊടുക്കണം. ആ ഒരു കാര്യം ഞാൻ എന്തായാലും പറയുന്നില്ല. ഇനിയിപ്പോൾ ഇതിൽ ഒരുപാട് ഹോപ്പ് തന്നൊന്നും ഞാൻ പറയരുത് എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് അതിനെപ്പറ്റി കൂടുതൽ പറയാത്തത്. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് തന്നെ 5 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് ആയിട്ട് ഞാനിവിടെ എടുക്കുകയാണ്. അപ്പോൾ 5 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് എടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് 0.05204 എന്ന് പറഞ്ഞിട്ടുള്ള ഡോളേഴ്സിലാണ് കിട്ടുക. നമ്മുടെ ഇന്ത്യൻ മണിയൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു 4 രൂപയാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു 4 രൂപ നിങ്ങളുടെ കയ്യിലുള്ള 10.5 ടോക്കൺസ് വെച്ച് കണക്കാക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 40 രൂപ മാത്രമായിരിക്കും. അതായിരിക്കും ഫസ്റ്റ് പ്രഡിക്ഷൻ. അതേപോലെ തന്നെ 10 മില്യൺ മാർക്കറ്റ് ക്യാപ്പിൽ ഞാൻ ഇത് എടുക്കുകയെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ കിട്ടാൻ പോകുന്നത് 0.10460 അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂലാണ്.
കാരണം നമുക്കത് 8 രൂപയാണ് ഇന്ത്യൻ മണിയിൽ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു 80 രൂപയൊക്കെ ആയിരിക്കും എന്നുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ 15 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ $0.15 പോകും. ഇതിൻ്റെ വാല്യൂ 12 രൂപയാവും. അപ്പോൾ 10 × 12 120 രൂപയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതേപോലെ തന്നെ 20 മില്യൺ മാർക്കറ്റ് ക്യാപ്പിൽ ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 0.2 20 രൂപയോളം പോകും, അല്ലെങ്കിൽ 17 രൂപയോളം പോകും. ആ ഒരു നിങ്ങൾക്ക് ഒരു 200 രൂപയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളൊരു കാര്യം കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതൊരു നല്ല പ്രൊജക്റ്റാണ്, ഇതിനൊരു നല്ലൊരു പൊട്ടൻഷ്യലൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു 50 മില്യൺ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു 0.52033 എന്ന് പറഞ്ഞിട്ടുള്ള ഡോളേഴ്സ് വാല്യൂലായിരിക്കും വരിക. അപ്പോൾ നമുക്ക് 43 രൂപയാണ് കിട്ടുക. 430 രൂപയായിരിക്കും ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും സെയിം ആയിട്ടുള്ള പ്രോഫിറ്റ് കിട്ടുക. അപ്പം നല്ല രീതിയിൽ തന്നെ ഈ ഒരു ടോക്കൺ കിട്ടിയിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ബ്ലോഗേഴ്സിന് മാത്രമാണ് വളരെ നല്ല ടോക്കൺസ് ഒക്കെ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ള ഒരുപാട് ആൾക്കാർക്ക് എല്ലാവർക്കും ബേസിക് ടോക്കണായ ഈ 35 രൂപ മാത്രമാണ്, ഇല്ലെങ്കിൽ സോറി, ഈ 35 ടോക്കൺസ് മാത്രമാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഇനി നമുക്ക് എല്ലാ പ്രൊജക്റ്റ് പോലെ കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മുടെ ഹാംസ്റ്റർ പോലെ കാൽക്കുലേറ്റ് ചെയ്യാം, എക്സംബിയർ പോലെ കാൽക്കുലേറ്റ് ചെയ്യാം. 100 മില്യൺ മാർക്കറ്റ് ക്യാപ്പാണ് ഈ ഒരു ബ്ലം എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ ഇതിന് $1 എങ്കിലും വരാനുള്ള സാധ്യതകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ 86 രൂപ കിട്ടും. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 860 രൂപ ഇല്ലെങ്കിൽ 900 രൂപയായിരിക്കും ബ്ലമ്മെന്ന് എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടുക. ഇതിപ്പോൾ ഞാൻ കുറച്ച് പേർക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. ഉള്ള വീഡിയോ കാണുന്ന എല്ലാവർക്കും 35 ടോക്കൺസ് ഒക്കെ ആയിരിക്കും കൂടുതലും കിട്ടിയിട്ടുണ്ടാവുക എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ കിടക്കുന്നുണ്ട്. ഇനി എൻ്റെ അഭിപ്രായം പറയാം, ഏതൊരു മാർക്കറ്റ് ക്യാപ്പിലാണ് ഇത് കൊണ്ടുവരിക. എൻ്റെ കമ്പനി ആണെങ്കിൽ എൻ്റെ യൂസേഴ്സിനെ എനിക്ക് തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകണം. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊജക്റ്റ് ഇവിടെ സ്റ്റോപ്പ് ആവാതിരിക്കാൻ ഞാനിവിടെ ഒരു മിനിമം ആയിട്ട് കാണുന്നത്, അല്ലെങ്കിൽ മാക്സിമം ആയിട്ട് കാണുന്നത് 50 മില്യൺ മാർക്കറ്റ് ക്യാപ്പാണ്. 50 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് തന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് $0.52 ആണ് കിട്ടുക. അതായത് ഒരു 500 രൂപയോളം ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ വളരെ നല്ല പ്രൊജക്റ്റ് ആയിട്ട് മാറും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇതിൽ ഏത് വാല്യൂയിലാണ് വരിക എന്നുള്ളൊരു കാര്യം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. അതോടൊപ്പം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ കയറുക. ടെലിഗ്രാം ചാനലിലായിരിക്കും ഞാൻ ഈ ഒരു കമൻറ്റ് സെക്ഷനിൽ നിന്ന് എടുക്കുന്ന വിന്നറിനെ ചൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ആക്റ്റീവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേറെ ഒരാൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി പോവും എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടാണെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി അടുത്ത വീഡിയോ ഈവനിങ് ആയിട്ട് വരുന്നത് ഈ മന്തിലും അടുത്ത മാസത്തിലും ലിസ്റ്റ് ആവുന്ന പ്രൊജക്റ്റുകളാണ്. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. ഇതുവരെ ഈ ചാനലിനെ പറ്റി ആർക്കെങ്കിലും ഒന്നും പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ ചാനൽ ഒന്നും കൂടി ഷെയർ ചെയ്ത് ഒരു ഫ്രണ്ടിനൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.